ലോകത്തെ ഒരു സൈനിക ശക്തിയുടെ കണക്കെടുത്താൽ ഇസ്രയേലിന്റെ റാങ്കിംഗ് എന്ന് പറയുന്നത് 15 ആയിരിക്കും. പക്ഷെ തൊട്ട് പിന്നിൽ 16ാം സ്ഥാനത്ത് ഇറാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സൈനിക ശേഷി, ആയുധ ശേഷി എന്നുള്ള ആ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഇസ്രയേലിന്റെ കണക്ക് പറയാം. ഇസ്രയേൽ നോക്കൂ, സജീവ സേന ആക്റ്റീവായിട്ട് നിൽക്കുന്ന സോൾജിയേഴ്സ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1,76,500 1,76,500 സജീവ സൈനികർ ഇസ്രയേലിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. അതേസമയം കരുതൽ സേനയെ 4,65,000 പേരുണ്ട്. അങ്ങനെ അർദ്ധ സൈനികർ 35,000. ഇത്രയുമാണ് 1,76,000 സജീവ സൈനികർ, 4,66,000 കരുതൽ സൈനികർ, ഒപ്പം അർദ്ധ സൈനികർ 35,000. ഇതാണ് ആകെ 6,70,000 എന്നതാണ് അവരുടെ സൈനിക കരുത്ത്, മനുഷ്യ കരുത്ത്. ഇനി നമ്മൾക്ക് ആയുധങ്ങളിലേക്ക് വന്നാൽ, എയർക്രാഫ്റ്റുകളിലേക്കൊക്കെ വന്നാൽ, ഇതാ നോക്കൂ, 612 വിമാനങ്ങൾ, അത് യുദ്ധവിമാനങ്ങളാണ് അതിലധികവും. യുദ്ധവിമാനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 241 ഉണ്ട്. ഈ 612-ൽ 241 യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ പക്കലുണ്ട്. ഇന്നലെ 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യത്തെ ആക്രമണം ഇസ്രയേൽ നടത്തിയത്. ഈ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ F-15, F-16, F-35 അമേരിക്കൻ നിർമ്മിത ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് അവരുടെ കൈവശമുള്ളത്. ഹെലികോപ്റ്ററുകൾ തന്നെ 146 എണ്ണമുണ്ട്. ഇനി കരയുദ്ധത്തിലേക്ക് വന്നാൽ അത് 1370 ടാങ്കുകൾ തന്നെ ഇസ്രയേലിന്റെ കൈവശമുണ്ട്. ഇനി കവചിത വാഹനങ്ങൾ, അതായത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കരയുദ്ധത്തിലേക്ക് പോകുമ്പോഴുള്ള വാഹനങ്ങളുടെ കാര്യം വന്നാൽ 43,000-നടുത്ത് അത്തരം വാഹനങ്ങൾ ഇസ്രയേലിന്റെ പക്കലുണ്ട്. ഒപ്പം തന്നെ സ്വയം നിയന്ത്രിത തോക്കുകൾ അത് 650 പീരങ്കികൾ 523 ഈ എണ്ണത്തിൽ ഒരുപക്ഷെ ഇറാനെ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും ഇതിന്റെ എഫിഷ്യൻസി അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇസ്രയേലിന്റെ കരുത്ത്. ഇനി നമുക്ക് ഇറാന്റെ കാര്യത്തിലേക്ക് വന്നാൽ നോക്കൂ, സജീവ സേന അത് 6,10,000 അത്രയും സജീവ ആക്റ്റീവ് ആയിട്ടുള്ള സൈനികരുണ്ട് സജീവ സേന. അതിൽ കരുതൽ സേന 1,76 വളരെ 3 ഇരട്ടിയോളം വരും ഇസ്രയേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിൽ തന്നെ കരുതൽ സേന 3,50,000 ഇറാന്റെ പക്കലുള്ളത്. കരുതൽ സേന 3,50,000. ഒപ്പം തന്നെ അർദ്ധ സൈനികർ, ബസീജ് എന്ന അവരുടെ അർദ്ധ സൈന്യം, നമ്മുടെ CRPF-ന് കണക്കാക്കാവുന്ന നിലയിലുള്ള പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. അത് 2,20,000 ഉണ്ട്. അപ്പോൾ സൈനിക കരുത്തിൽ, മനുഷ്യ കരുത്തിൽ ഇസ്രയേലിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി ശക്തിയുള്ളതാണ് ഇറാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ കൃത്യതയിലൊക്കെ ഇസ്രയേലിനോ തട്ടിച്ചു നോക്കുമ്പോൾ ഇറാൻ അടുത്തെങ്ങും എത്താൻ സാധ്യത കുറവാണ്. നമുക്ക് വേഗത്തിലൊന്ന് പറയാം. ഇന്നത്തെ ഈ ഇറാന്റെ തിരിച്ചടിയിൽ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ 2 രാജ്യങ്ങൾ മറികടന്ന് വേണം, ജോർദാനും എയർ സ്പേസിൽ നോക്കുക, ജോർദാനും ഇറാഖും മറികടന്ന് വേണം ഇസ്രയേലിലേക്ക് ഇറാനിൽ നിന്ന് പോകുന്ന ഒരു മിസൈൽ എത്താൻ വേണ്ടി. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ മറികടന്നുകൊണ്ട് ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇറാൻ എന്ന്. അത് മാത്രമല്ല എയർഡോം ഉണ്ട്, അതോടൊപ്പം തന്നെ ആരോ 3 ഉണ്ട്. ഇത് രണ്ടിനെയും മറികടക്കാൻ ഇറാന് കഴിഞ്ഞു എന്ന കാര്യം കൂടി ഇന്നത്തെ ആക്രമണത്തിലുണ്ട്.